കർഷക സംഘടനകളുടെ ഡൽഹി ചെലോ മാർച്ചിനിടെ വ്യാപക സംഘർഷം. ശംഭു ജിന്ദ് അതിർത്തികളിൽ പോലീസുമായി ഏറ്റുമുട്ടലുണ്ടായി. കർഷകർക്ക് നേരെ കണ്ണീർ വാതകം പ്രയോഗിച്ചു. കുരുക്ഷേത്രയിൽ കോൺക്രീറ്റ് ബാരിക്കേഡുകൾ കർഷകർ ട്രാക്ടർ ഉപയോഗിച്ച് തള്ളിമാറ്റി. കർഷകരെ കസ്റ്റഡിയിലെടുക്കുന്നത് തുടരുകയാണിപ്പോഴും. കർഷകർക്ക് പിന്തുണയുമായി കൂടുതൽ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട്. ചരിത്ര ദിനമെന്ന് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു. നിതിൻ അംബുജൻ നൽകും സിംഗു അതിർത്തിയിൽ നിന്നും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. നിതിൻ, നിലവിൽ എന്താണ് അവസ്ഥ? കർഷകർ കൂട്ടമായി എത്തുന്നുണ്ട് അതിർത്തിയിലേക്ക്, അവരെ കയറ്റി വിടുന്നില്ല, പക്ഷേ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ചൊക്കെ തടയുന്നുണ്ട്. പക്ഷേ അപ്പോഴും മറ്റ് വഴികളിലൂടെയൊക്കെ കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുന്നു. നിലവിലെ സ്ഥിതി എന്താണ്? പ്രജിൻ, സാധ്യമായ വഴികളിലൂടെയെല്ലാം തന്നെ ഡൽഹിയിലേക്ക് എത്താനുള്ള ശ്രമം കർഷകരുടെ ഭാഗത്തുനിന്നും തുടരുകയാണ്. ശംഭു അതിർത്തിയിലും കുരുക്ഷേത്രയിലുമാണ് പോലീസുമായി സംഘർഷമുണ്ടായത്. ഏറെ നേരം പോലീസുമായി കർഷകർ ഏറ്റുമുട്ടി. പോലീസ് ഒരുക്കിയ ഈ ബാരിക്കേഡുകളെല്ലാം തന്നെ മറികടന്ന് കർഷകർ ഈ മാർച്ചുമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങുന്നതിനിടെയാണ് സംഘർഷം ഉണ്ടായത്. കാൽനടയെത്തിയ കർഷകർക്ക് നേരെയാണ് പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചത്. മണിക്കൂറുകളോളം ശംഭു അതിർത്തിയിൽ പോലീസും കർഷകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കുരുക്ഷേത്രയിലും പോലീസിന്റെ ബാരിക്കേഡുകൾ കർഷകർ നീക്കി. എന്തായാലും സിംഗു അതിർത്തിയിൽ ഇപ്പോൾ കനത്ത സുരക്ഷ ഒരുക്കി പോലീസ് ഇപ്പോൾ വലിയ തരത്തിലുള്ള ഒരു പ്രതിരോധം തീർത്തിരിക്കുകയാണ്. മുള്ളുവേലികൾ സ്ഥാപിച്ചുമാണ് പോലീസിന്റെ പ്രതിരോധം. എന്തായാലും ഒരു പക്ഷേ കർഷകർ മാർച്ച് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഏതാണ്ട് ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോട് മാത്രമേ സിംഗു അതിർത്തിയിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. സിംഗുവിൽ നിന്നും ഏതാണ്ട് 216 കിലോമീറ്റർ അകലെയാണ് നിലവിലിപ്പോൾ കർഷകർ സംഘടിച്ചിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും മറ്റു വഴികളിലൂടെ കർഷകർ സിംഗുവിലേക്കോ അല്ലെങ്കിൽ ഡൽഹിയിലേക്കോ കടക്കാനുള്ള സാധ്യത കൂടി പോലീസ് ഇപ്പോൾ കണക്കുകൂട്ടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിലുള്ള സുരക്ഷാ നടപടികളാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തും സ്വീകരിച്ചു വരുന്നത്. ശരി, നിതിൻ അംബുജനാണ് സിംഗു അതിർത്തിയിൽ നിന്നും പുതിയ അപ്ഡേറ്റുകൾ പങ്കുവച്ചത്.